മലങ്കര കാതലിക് ടി.വിയിലെ കാറ്റക്കേസിസ് മതബോധനം എന്ന പരമ്പരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ 9-10 എപ്പിസോഡുകളിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വേദപാഠാവലിയിലെ 1ഉം 2ഉം ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചത്. 1ാം ക്ലാസ്സിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് പാഠം അവതരിപ്പിച്ചത്. ദൈവത്തെ സ്തുതിക്കാനും ദൈവം ആരാണെന്ന് കുട്ടിക്ക് ബോധ്യം നൽകുവാനുമാണ് ശ്രമിച്ചത്. 2ാം ക്ലാസ്സിൽ തൃത്വൈക ദൈവത്തിന് സ്തുതി, ദൈവം തൃത്വമാണെന്നും ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്നും ആ ദൈവം ഒന്നായിരിക്കുന്നുവെന്നും ആ ദൈവത്തെ തൃത്വൈക ദൈവം എന്ന് വിളിക്കുന്നുവെന്നും ആ തൃത്വൈക ദൈവത്തെ സ്തുതിക്കുവാൻ കുട്ടിയെ പരിശീലിപ്പിക്കുകയായിരുന്നു. 3ാം ക്ലാസ്സിലെ ചിന്താവിഷയം യേശു എന്ന വ്യക്തിയാണ്. 3ാം ക്ലാസ്സിൻ്റെ തലക്കെട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് യേശു മിശിഹായിക്ക് സ്തുതി. അപ്പോൾ യേശു മിശിഹായിക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടാണ് 3ാം ക്ലാസ് ആരംഭിക്കുക. 1ാം ക്ലാസ്സിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞു. 2ാം ക്ലാസ് വന്നപ്പോഴേക്കും ആ ദൈവം തൃത്വൈക ദൈവമാണെന്നും തൃത്വം എന്നുള്ള ടെർമിനോളജി കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആരാണെന്ന് കുട്ടിക്ക് 1ഉം 2ഉം ക്ലാസ്സിലൂടെ കുറേ ബോധ്യങ്ങൾ നൽകി. 3ാമത്തെ ക്ലാസ്സിൽ യേശു മിശിഹായാണ് ചർച്ചാ വിഷയം. യേശുവിനെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കാനാണ് 3ാം ക്ലാസ്സിലൂടെ പരിശ്രമിക്കുക. 1ഉം 2ഉം ക്ലാസ്സിൽ യേശു മിശിഹായെ പൊതുവായി അവതരിപ്പിച്ചിരിക്കുന്നു. എന്നാൽ 3ാം ക്ലാസ്സിൽ യേശു മിശിഹായെ അവതരിപ്പിക്കുമ്പോൾ ബേത്ലഹേമിൽ ജനിച്ച് നസ്രത്തിൽ വളർന്ന് പരിശീലനം നിർവഹിച്ച യേശു ഒരു സാധാരണ മനുഷ്യൻ മാത്രമല്ല, അവൻ ദൈവമാണ് എന്നുള്ള ബോധ്യം കുട്ടിക്ക് പ്രത്യേകമായിട്ട് നൽകുന്നതിന് ഈ പാഠത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നു. യേശുവിൻ്റെ ദൈവത്വത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന വേദഭാഗങ്ങളാണ് 3ാം ക്ലാസ്സിൽ കൂടുതലും അവതരിപ്പിച്ചിരിക്കുക. 3ാം ക്ലാസ്സിൽ യേശു മിശിഹായെക്കുറിച്ച് കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആരാണ് യേശു? ബേത്ലഹേമിൽ ജനിച്ച നസ്രത്തിൽ വളർന്ന് ഗലീലയിൽ പരസ്യജീവിതം നിർവഹിച്ച് കാൽവരിയുടെ നെറുകയിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉത്ഥാനം ചെയ്ത യേശു ആരാണ്? ആ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കുകയാണ് ഈ പാഠത്തിലൂടെ. നമുക്കറിയാം, ക്രിസ്തുമതം ദൈവിക വെളിപാടിൻ്റെ മതമാണ്, വെളിപ്പെടുത്തപ്പെട്ട മതമാണ് ക്രിസ്തുമതം. മറ്റു മതങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടതാണ്. നമുക്കറിയാം, മനുഷ്യചരിത്രം മുതൽ ഇങ്ങോട്ടുള്ള മതങ്ങളെല്ലാം എടുത്താൽ മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിൽ അവൻ കണ്ടെത്തിയ ദൈവിക സങ്കല്പങ്ങളാണ്. ഓരോ കാലഘട്ടത്തിൽ അവൻ കണ്ടെത്തിയ ദൈവിക സങ്കല്പങ്ങൾ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ വീണ്ടും വീണ്ടും അന്വേഷണങ്ങൾ ആരംഭിച്ചു. അങ്ങനെ മനുഷ്യ അന്വേഷണത്തിൽ മനുഷ്യൻ കണ്ടെത്തിയ ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് പല മതങ്ങളിലും ഉള്ളത്. തീർച്ചയായും മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിൽ ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ചില കിരണങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. അപ്പോൾ മറ്റു മതങ്ങളെല്ലാം തന്നെ മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിൽ അവൻ കണ്ടെത്തിയതും അതോടൊപ്പം ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ ചില കിരണങ്ങൾ അവർക്ക് ലഭിച്ചതും ചേർത്ത് വെച്ചാണ് മറ്റു പല മതങ്ങളും രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ക്രിസ്തുമതം അങ്ങനെയല്ല. ക്രിസ്തുമതം ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ അദൃശ്യനായി ദൈവം തന്നെ വെളിപ്പെടുത്തി, പുതിയ നിയമത്തിൽ ദൃശ്യനായി ദൈവം തന്നെ വെളിപ്പെടുത്തി. അങ്ങനെ യേശു മിശിഹ വെളിപാടിൻ്റെ പൂർണ്ണതയായി. അപ്പോൾ ദൈവം തന്നെ നേരിട്ട് വെളിപ്പെടുത്തിയതിലൂടെയാണ് ക്രിസ്തുമതം രൂപപ്പെടുന്നത്. അതിൻ്റെ കേന്ദ്ര സ്ഥാനം, കേന്ദ്ര വ്യക്തി എന്ന് പറയുന്നത് യേശു എന്ന വ്യക്തിയാണ്. മറ്റു മതങ്ങളിൽ വെളിപാടിൻ്റെ ചില അംശങ്ങളും ചില കിരണങ്ങളും ഉള്ളതുകൊണ്ടാണ് മറ്റു മതങ്ങളെ നാം ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും. എന്നാൽ വെളിപാടിൻ്റെ പൂർണ്ണത യേശുവിൽ മാത്രമാണ്, ക്രിസ്തുമതത്തിൽ മാത്രമാണ്. അതാണ് ക്രിസ്തുമതത്തിൻ്റെ മഹത്വവും ക്രിസ്തുമതത്തെ മറ്റു മതങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നതും. അതുകൊണ്ട് ആരാണ് യേശു എന്ന ചോദ്യം കൃത്യമായി നാം അതിന് ഉത്തരം കൊടുക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമുക്ക് ക്രിസ്തുമതം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. നമുക്കറിയാം, വിശുദ്ധ ലിഖിതത്തിൽ പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട്. യേശുവിനെക്കുറിച്ച് പഴയ നിയമത്തിൽ തന്നെ സൂചനകൾ ഉള്ളതായി നമുക്കറിയാം. BC 1800 മുതൽ വിശുദ്ധ ലിഖിതത്തിൽ ചരിത്രം ആരംഭിക്കുന്നു. അബ്രഹാമിൻ്റെ വിളിയോടുകൂടിയ നമുക്കറിയാം. അപ്പോൾ BC 1800 ശേഷമുള്ള
ചരിത്രം വിശുദ്ധലിഖിതത്തിലൂടെ നാം കാണുമ്പോൾ പഴയ നിയമത്തിൽ യേശുവിനെക്കുറിച്ച് പല സൂചനകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രവാചകന്മാരിലൂടെ പറയപ്പെട്ട സൂചനകളെല്ലാം യേശുവിൽ പൂർണ്ണമാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു തന്നെ വെളിപ്പെടുത്തുന്നത് പഴയ നിയമത്തിലെ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം തൻ്റെ ദൈവമാണ്, തൻ്റെ പിതാവാണ്, താൻ ആ പിതാവിൻ്റെ പുത്രനാണ്. ചുരുക്കത്തിൽ നിത്യപിതാവിൻ്റെ നിത്യപുത്രനാണ് താനെന്ന് യേശു തന്നെ വെളിപ്പെടുത്തുകയാണ്. ഈ നിത്യനായ പുത്രൻ മാംസം ധരിച്ചതാണ് ബേത്ലഹേമിൽ ജനിച്ച യേശു. യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച പിതാവിൻ്റെ വചനം. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനം, പിതാവിൽ നിന്ന് ജനിച്ച ഈ വചനം കാലത്തിൻ്റെ തികവിൽ മനുഷ്യരൂപമെടുത്തു, കന്യമറിയാമിൽ നിന്നും ജനിച്ചു. ഒരു മതനേതാവും അവർ ജീവിച്ചിരുന്ന കാലത്ത് അവർ ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. മതനേതാക്കന്മാരെല്ലാം ദൈവത്തിലേക്കുള്ള വഴി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അവരെല്ലാം ദൈവത്തിലേക്കുള്ള വഴി ജനങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവൻ. വഴി കാണിക്കുകയല്ല, യേശു തന്നെയാണ് വഴി എന്ന് യേശു പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14:6 നാം ഇത് കാണുന്നുണ്ട്. ഒരു മതനേതാവും ദൈവമാണെന്ന് സ്വയം ഒരിക്കലും ക്ലെയിം ചെയ്തിട്ടില്ല. എന്നാൽ യേശു തൻ്റെ പരസ്യജീവിത കാലത്ത് താൻ ദൈവമാണെന്ന് പരസ്യമായും അതുപോലെ തന്നെ മറ്റുള്ളവർ യേശു ദൈവമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശു തൻ്റെ പരസ്യജീവിതത്തിൽ താൻ ദൈവമാണെന്നുള്ള സൂചനകൾ പല ഭാഗത്തും നൽകുന്നതായി കാണാം. യോഹന്നാൻ 8:58 യേശു ഇപ്രകാരം പറയുന്നുണ്ട്, അബ്രഹാമിന് മുൻപ് ഞാനുണ്ട്. ബിഫോർ എബ്രഹാം ഐ ആം. അബ്രഹാം ജനിക്കുന്നതിന് മുൻപ് ഞാനുണ്ട്. ബിഫോർ എബ്രഹാം ഐ ആം എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ യാഹ്വേ YHWH യാഹ്വേ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ ആകുന്നവനാകുന്നു, ഐ ആം ഹൂ ഐ ആം. അപ്പോൾ യഹോവയ്ക്ക് ഉപയോഗിക്കുന്ന അതേ ടെർമിനോളജിയാണ് യേശു തനിക്ക് ഉപയോഗിച്ചത്, ഐ ആം. അബ്രഹാമിന് മുൻപ് ഞാനുണ്ട്. അടുത്ത വാക്യത്തിൽ പറയുക, അപ്പോൾ അവർ അവനെ കല്ലെറിയാനായിട്ട് ആരംഭിച്ചു. കാരണം അവൻ ദൈവതുല്യനായി തന്നെ അവതരിപ്പിച്ചു. അവൻ ദൈവദൂഷണം പറയുന്നു. യോഹന്നാൻ 5:17-18 വാക്യങ്ങളിൽ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശു ദൈവത്തെ സ്വന്തം പിതാവേ, ആബ എന്ന പദം ഉപയോഗിച്ച് സ്വന്തം പിതാവെന്ന് വിളിച്ചു. അത് യഹൂദർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. യേശു തന്നെ ദൈവതുല്യനാക്കി. യേശുവിൻ്റെ കുരിശുമരണ സമയത്തും യേശുവിനെക്കുറിച്ചുള്ള ഏറ്റവും വലിയ അലഗേഷൻ അതായിരുന്നു. അവൻ തന്നെ ദൈവതുല്യനാക്കി. അതായിരുന്നു യഹൂദർ യേശുവിനെതിരെ തിരിയാനുള്ള പ്രധാന കാരണം. അപ്പോൾ യേശുവിൻ്റെ പരസ്യജീവിതത്തിൽ താൻ ദൈവമാണ്, ദൈവപുത്രനാണ് എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. യോഹന്നാൻ 10:30 ഞാനും പിതാവും ഒന്നാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. മർക്കോസ് 14:61-62 വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. നീ ദൈവപുത്രനാണോ എന്ന് പീലാത്തോസ് ചോദിച്ചപ്പോൾ യേശു മറുപടി പറഞ്ഞു, ഞാൻ തന്നെ. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ യഹോവയ്ക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈറ്റിൽസൊക്കെ യേശു ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, സങ്കീർത്തനം 23 യഹോവ നല്ല ഇടയനാണ്. അതേ ടൈറ്റിൽ തന്നെ യേശു ഉപയോഗിക്കുകയാണ്, ഞാൻ നല്ല ഇടയനാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ മണവാളനെ, യഹോവയെ മണവാളനായിട്ട് കാണുന്നുണ്ട്. ഇവിടെ യേശുവിനെ പുതിയ നിയമത്തിനും മണവാളനായി അവതരിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് മാത്രമേ പാപമോചനത്തിലുള്ള അധികാരമുള്ളൂ എന്ന് യഹൂദർക്കറിയാം. ദൈവം മാത്രമാണ് പാപം മോചിക്കുക. യേശു ദൈവമാണെന്ന് കാണിക്കാൻ യേശു പലരുടെയും പാപം മോചിച്ചു. തളവാത രോഗി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ, മകനെ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ കിടക്കയും എടുത്ത് നിൻ്റെ വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞ് അവന് സൗഖ്യം നൽകുന്നുണ്ട്. അപ്പോൾ യേശു പാപമോചനം നൽകിയതിലൂടെ യേശുവിൻ്റെ ദൈവത്വം സൂചിപ്പിക്കുകയാണ്.
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ യേശു ശിഷ്യരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, പ്രവാചകന്മാരിൽ ഒരുവന് ഏലിയാണ്, ജെറമ്യായാണ്, പ്രവാചകന്മാരിൽ ഒരുവനാണ്. എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് മറുപടിയായി പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. രണ്ട് കാര്യമാണ് പത്രോസ് പറഞ്ഞത്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ്, അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ പുത്രനാണ് നീ. രണ്ടാമത്, നീ മിശിഹായാണ്, അഭിഷിക്തനാണ്. അനാദിയിൽ തന്നെ നീ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാണ്, അഭിഷിക്തനാണ്, പ്രവാചകനും പുരോഹിതനും രാജാവുമാണ്. യേശു അതിനെ നിഷേധിച്ചില്ല. യേശു മറുപടി പറഞ്ഞു, യോനായ പുത്രനായ ശിമോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല ഇത് നിനക്ക് വെളിപ്പെടുത്തുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. രണ്ട് യാഥാർത്ഥ്യവും ദൈവപുത്രനാണെന്നും മിശിഹായാണെന്നുമുള്ള പത്രോസിൻ്റെ ഡിക്ലറേഷൻ യേശു അംഗീകരിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് മരിച്ചവരിൽ നിന്നുള്ള യേശുവിൻ്റെ ഉയർപ്പ്. മറ്റൊരു മതനേതാവും മരിച്ച് ഉത്ഥാനം ചെയ്തതായിട്ട് പറയപ്പെടുന്നില്ല. എന്നാൽ യേശു മരിച്ച് ഉത്ഥാനം ചെയ്തു. അതുപോലെ തന്നെ ഉത്ഥാനത്തിന് ശേഷം അവൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ ഒരു അടയാളമാണ്, സൂചനയാണ്. ചുരുക്കത്തിൽ ഒരു മതനേതാവും ദൈവമാണെന്ന് തന്നെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ യേശു തന്നെക്കുറിച്ച് തന്നെ ദൈവമാണെന്നും മറ്റുള്ളവർ യേശുവിനെ ദൈവമായിട്ട് അംഗീകരിച്ചപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതായിട്ട്, അംഗീകരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് വിശുദ്ധലിഖിതത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 3-ാം ക്ലാസ്സിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആരാണ് യേശു എന്ന ചോദ്യത്തിന് നമ്മൾ യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്, അതുപോലെ തന്നെ പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാണ് ദൈവപുത്രനായ യേശു. ഈ ദൈവപുത്രനായ യേശു അനാദിയിലെ പിതാവിൽ നിന്ന് ജനിച്ച് പഴയ നിയമത്തിൽ അദൃശ്യമായി ദൈവത്തെ വെളിപ്പെടുത്തി, പുതിയ നിയമത്തിൽ ദൃശ്യമായി പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് വെളിപ്പെടുത്തി തന്നു. അവസാനം മനുഷ്യരക്ഷയ്ക്കു വേണ്ടി കാൽവരിയിൽ കുരിശിൽ രക്തം ചിന്തി തൻ്റെ പീഡാനുഭവത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും സ്വർഗാരോഹണത്തിലൂടെയും പെന്തിക്കോസ്തിലൂടെയും മനുഷ്യന് നിത്യരക്ഷ പ്രദാനം ചെയ്തു. അപ്പോൾ ഈ യേശുവിനെയാണ് നമ്മൾ കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇത്രയും ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് വേണം 3-ാം ക്ലാസ്സിൽ കുട്ടിയെ നമ്മളെ പഠിപ്പിക്കാൻ. ഞാനീ പറഞ്ഞ വിഷയങ്ങളെല്ലാം കൂടെ കുട്ടിയെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷേ പഠിപ്പിക്കുന്ന അധ്യാപകൻ ഈ വലിയൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം കുട്ടിയോട് സംവദിക്കുവാൻ. 3-ാം ക്ലാസ്സിലെ ചർച്ചാ വിഷയം യേശു മിശിഹായാണെന്ന് നമ്മൾ പറയുകയുണ്ടായി. പരിശുദ്ധ തൃത്വത്തിൽ യേശു മിശിഹായ്ക്ക് ഒരു കേന്ദ്ര സ്ഥാനമുണ്ട്. അതിനെ ക്രിസ്റ്റോസെൻട്രിക് ട്രിനിറ്റി എന്നാണ് പറയുക. യേശുവാണ് നമുക്ക് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി തന്നത്. യേശുവാണ് പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചു തന്നത്. അതുകൊണ്ട് യേശുവിലൂടെയാണ് നാം പിതാവിനെ അറിഞ്ഞതും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതും. അതുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിൽ യേശുവിനൊരു കേന്ദ്ര സ്ഥാനമുണ്ട്. ട്രിനിറ്റേറിയൻ ക്രിസ്റ്റോസെൻട്രിസിറ്റി അല്ലെ ക്രിസ്റ്റോസെൻട്രിക് ട്രിനിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. യേശുവിൽ കേന്ദ്രീകൃതമായ, യേശുവിന് കേന്ദ്ര സ്ഥാനം കൊടുക്കുന്ന ഒരു തൃത്വിക സങ്കല്പം, ചിന്താധാര. പിതാവായ ദൈവം പുത്രനിലൂടെയാണ് തന്നെ വെളിപ്പെടുത്തുന്നതും പുത്രനിലൂടെയാണ് സൃഷ്ടികർമ്മവും രക്ഷാകര കർമ്മവും എല്ലാം നിർവഹിക്കുന്നതും. അവനിലൂടെ എല്ലാം ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിതാവിൻ്റെ വെളിപ്പെടുത്തലുകളെല്ലാം പുത്രനിലൂടെയാണ് നടത്തുക. അതുകൊണ്ട് പിതാവിനെക്കുറിച്ച് പുത്രൻ പഴയ നിയമത്തിൽ അദൃശ്യനായി വെളിപ്പെടുത്തി, പുതിയ നിയമത്തിൽ അവൻ മനുഷ്യനായി ദൃശ്യനായി പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. പരിശുദ്ധാത്മാവിനെ പിതാവിൽ നമുക്ക് അയച്ചു തന്നു. അതുകൊണ്ട് തൃത്വത്തിൽ യേശുവിനുള്ള കേന്ദ്ര സ്ഥാനം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ യേശുവിലൂടെയാണ് നമുക്ക് പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നുള്ള ചിന്ത നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ 3-ാം ക്ലാസ്സിലെ ഈ പാഠങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് പ്രവേശിക്കുവാൻ. ആരാണ് യേശു എന്ന ചോദ്യത്തിന് നമുക്കറിയാം ആദിമസഭയിൽ തന്നെ നിരവധി ഉത്തരങ്ങൾ രൂപപ്പെടുകയുണ്ടായി. സ്ട്രിക്റ്റ് മോണോതെയിസം, ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചിരുന്ന ഇസ്രായേൽ ജനം, യഹൂദജനം യേശുവിൻ്റെ
ജനനം, പരിസ്യൂതം, മരണ, ഉത്ഥാനം, സ്വർഗാരോഹണം, പെന്തിക്കോസ്തി ഇവയ്ക്ക് ശേഷം ആദിമസഭ രൂപപ്പെട്ടപ്പോൾ ആരാണ് യേശു? ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വന്നു. യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ യഹോവ ദൈവമാണ്, അതുപോലെ യേശുവും ദൈവമാണെന്ന് പറഞ്ഞാൽ രണ്ട് ദൈവമാകും. സ്ട്രിക്റ്റ് മോണോതെയിസം, ഏകദൈവ വിശ്വാസം പ്രശ്നമാകും. അപ്പം ആരാണ് യേശു? ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകേണ്ടി വന്നു. അപ്പോൾ യേശു ദൈവമാണെന്ന് യേശു തന്നെ പറഞ്ഞു. യേശുവിലുള്ള ദൈവത്വം മറ്റുള്ളവർക്ക് അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു. പക്ഷേ യേശു ദൈവമാണെങ്കിൽ യഹോവയും യേശുവും എങ്ങനെ ഒരുപോലെ ദൈവമാകും? ഈ പശ്ചാത്തലത്തിൽ പലരും പല ഉത്തരങ്ങൾ നൽകുകയുണ്ടായി. അങ്ങനെയാണ് തൃത്വൈക ദൈവ സങ്കല്പം ശക്തമാകുക. യേശു തന്നെ പറഞ്ഞു, ഞാനും എൻ്റെ പിതാവും ഞാൻ അയച്ചിരുന്ന പരിശുദ്ധാത്മാവും. അപ്പോൾ ദൈവത്തിൽ 3 വ്യക്തികളുണ്ട് എന്നുള്ള ആ ചിന്ത യേശുവാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്. യേശുവിൻ്റെ പിതാവും യേശുവാകുന്ന പിതാവിൻ്റെ പുത്രനും പിതാവിൽ നിന്നും പുറപ്പെട്ട് യേശുവിനാൽ അയക്കപ്പെടുന്ന പരിശുദ്ധാത്മാവും 3 വ്യക്തികളുണ്ട് എന്ന ബോധ്യം യേശു നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നിരുന്ന ഒരു സമൂഹത്തിൽ യേശു ദൈവമാണെന്ന് പറയുന്നതോടുകൂടി ഏകദൈവ വിശ്വാസം ഒരു തൃത്വൈക ദൈവിക വിശ്വാസമായിട്ട് രൂപപ്പെടുകയാണ്. അത് വ്യാഖ്യാനിക്കുന്നതിൽ വിവിധ വ്യക്തികൾ വിവിധ രീതിയിൽ വ്യാഖ്യാനിച്ചപ്പോൾ സഭയിലെ പാഷണ്ഡതകൾ രൂപപ്പെടുകയുണ്ടായി. അങ്ങനെ ഈ ഏകദൈവ വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടി ആദ്യം ഉണ്ടായൊരു പാഷണ്ഡതയാണ് മോഡലിസം എന്ന് പറയുന്നൊരു പാഷണ്ഡത. ദൈവം ഒരു വ്യക്തിയാണ്. ഗോഡ് ഈസ് വൺ ബട്ട് ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ 3 മോഡ്സ്. ദൈവം ഒരു വ്യക്തിയാണ്. ദൈവം 3 രീതിയിൽ പ്രവർത്തിക്കുന്നു. പഴയ നിയമത്തിൽ പിതാവായി, പുതിയ നിയമത്തിൽ പുത്രനായി, സഭയിൽ പരിശുദ്ധാത്മാവായി. ഒരേ വ്യക്തി തന്നെ പിതാവായും പിന്നീട് പുത്രനായും പരിശുദ്ധാത്മാവായും. അപ്പോൾ ദൈവത്തിൽ ഒരു വ്യക്തിത്വമേ ഉള്ളൂ. അങ്ങനെ ഏകദൈവ വിശ്വാസത്തെ മനസ്സിലാക്കാനായിട്ട് ചിന്താധാര രൂപപ്പെട്ടു. അതിനാണ് മോഡലിസം എന്ന് പറയുക. അതിനെ മൊണാർക്കിനിസം എന്നും വൺനെസ് തിയോളജി എന്നും ഒക്കെ പറയാറുണ്ട്. എന്നാൽ സഭ ഈ തെറ്റായ പ്രബോധനത്തെ തള്ളിക്കളയുകയാണ്. ദൈവം ഒരു വ്യക്തിയല്ല, ദൈവത്തിൽ 3 വ്യക്തിത്വമുണ്ട്. പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന 3 വ്യക്തിത്വമുണ്ട്. പിതാവല്ല മനുഷ്യനായത്, പിതാവല്ല ക്രൂശിക്കപ്പെട്ടത്, മനുഷ്യനായി കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുവല്ല പരിശുദ്ധാത്മാവ്. 3 വ്യക്തികളാണെന്നും ഈ 3 വ്യക്തികളും ദൈവിക സ്വഭാവത്തിൽ ഒന്നായിരിക്കുന്നുവെന്നും സഭ കൃത്യമായി പഠിപ്പിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് രൂപപ്പെട്ട ഒരു പാഷണ്ഡതയാണ് ഡൊസറ്റിസം. യേശു യഥാർത്ഥത്തിൽ മനുഷ്യനായിരുന്നില്ല, മനുഷ്യനായി കാണപ്പെട്ടതേ ഉള്ളൂ. യേശുവിന് യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരമുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യ ശരീരത്തിൽ കാണപ്പെട്ടത് മാത്രമേ ഉള്ളൂ. അതിന് കുരിശിൽ മരിച്ചത് യഥാർത്ഥ മനുഷ്യ ശരീരമല്ല, അത് നമുക്കങ്ങനെ തോന്നിയതേ ഉള്ളൂ, കാണപ്പെട്ടതേ ഉള്ളൂ. യേശുവിൻ്റെ മനുഷ്യത്വത്തെ നിഷേധിക്കുന്ന പാഷണ്ഡതയായിരുന്നു ഡൊസറ്റിസം. യേശു പൂർണ്ണ മനുഷ്യനാണെന്നുള്ളതിനെ നിഷേധിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ ആദിമ സഭയിൽ രൂപപ്പെട്ട മറ്റൊരു പാഷണ്ഡതയായിരുന്നു ആര്യനിസം. ആര്യസ് എന്ന വൈദികൻ പഠിപ്പിച്ചു, ദൈവം ഒരുവനാണ്, അത് യഹോവയായ ദൈവം അല്ല പിതാവായ ദൈവം. അപ്പോൾ യേശു ദൈവത്തിൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ മഹോന്നതനായ സൃഷ്ടിയാണ്. മനുഷ്യനായിട്ട് ജനിച്ചത് യേശു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഏതൊരു മനുഷ്യനും. മനുഷ്യ സൃഷ്ടിയിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സൃഷ്ടി. അങ്ങനെ യേശുവിൻ്റെ ഹയർ പൊസിഷനെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ട് യേശുവിനെ അവതരിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ ആര്യസ് പറഞ്ഞത് യേശു ദൈവമല്ല, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമുക്കറിയാം 325 നിഖ്യാ സൂനോദോസിൽ സഭയെ തള്ളിക്കളയുകയാണ്. അതുകൊണ്ടാണ് പിതാവിൽ നിന്ന് ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും എന്ന് പ്രത്യേകമായിട്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുക. പ്രകാശത്തിനുള്ള പ്രകാശം, സത്യദൈവത്തിനുള്ള സത്യദൈവം, ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും. യേശു വെറും മനുഷ്യനല്ല, സൃഷ്ടിയല്ല, പൂർണ്ണ ദൈവമാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം, അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുവാൻ. അപ്പോൾ 3ാം ക്ലാസ്സിലെ ചർച്ചാ വിഷയം യേശുവാണ്. ആരാണ് യേശു എന്ന് നമ്മൾ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. നസ്രത്തിലെ യേശു എന്ന വ്യക്തി പിതാവിൻ്റെ പുത്രനും മിശിഹായുമാണ് എന്ന് കുട്ടിക്ക് നമുക്ക് ബോധ്യം നൽകുകയാണ്. രണ്ടാമതായിട്ട്
ഈ യേശുവാണ് രക്ഷാകര ചരിത്രത്തിൻ്റെ കേന്ദ്രം. അവനിലൂടെയാണ് രക്ഷ സാധ്യതമായത്. മൂന്നാമതായിട്ട് യേശു പറഞ്ഞതും യേശു പഠിപ്പിച്ചതും യേശുവിനെ തന്നെയാണ് നമ്മൾ കുട്ടിയെ 3-ാം ക്ലാസ്സിലൂടെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക. നാലാമതായിട്ട് 4 സുവിശേഷങ്ങളിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്ന യേശുവിനെയാണ് പ്രത്യേകമായിട്ട് ഇവിടെ അവതരിപ്പിക്കുക. അപ്പം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ തൃത്വം എന്ന് പറയുമ്പോൾ, ക്രിസ്റ്റോസെൻട്രിക് ട്രിനിറ്റി എന്ന് പറയുമ്പോൾ, സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യേശുവിനെ അവതരിപ്പിക്കാനാണ് നമ്മൾ പരിശ്രമിക്കുക. 1-ാം ക്ലാസ്സിൽ നമ്മൾ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രപഞ്ച സൃഷ്ടി മുതലുള്ള വെളിപാടിൻ്റെ ചരിത്രം അവതരിപ്പിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തുടർന്ന് സഭയെയും ഇന്നത്തെ സമൂഹത്തെയും ഒക്കെ അവതരിപ്പിച്ചു. 2-ാം ക്ലാസ്സിൽ അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വെളിപാടിൻ്റെ ചരിത്രത്തിൽ നിന്നും നമ്മൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തുടർന്ന് സഭയായിരിക്കും സമൂഹത്തെയും ഒക്കെ നമ്മൾ ഒരു പടി കൂടി ഉയർത്തി കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു. 3-ാം ക്ലാസ്സിലെ ചർച്ചാ വിഷയം യേശുമിശിഹായ്ക്ക് സ്തുതി. യേശുമിശിഹായ്ക്ക് സ്തുതി എന്ന് നമ്മൾ പറയുമ്പോഴും ഈ പുസ്തകം ആരംഭിക്കുന്നത് വെളിപാടിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. 3-ാം ക്ലാസ്സിൻ്റെ ടൈറ്റിൽ യേശുമിശിഹായ്ക്ക് സ്തുതി, അതേ ടൈറ്റിലാണ് 3-ാം ക്ലാസ്സിൻ്റെ 1-ാമത്തെ പാഠത്തിനും യേശുമിശിഹായ്ക്ക് സ്തുതി. വെളിപാടിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് 3-ാം ക്ലാസ്സും ആരംഭിക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ സകല സൃഷ്ടിയിലെ മകുടമായി സൃഷ്ടിച്ചു. അവിടെ പ്രപഞ്ച സൃഷ്ടി, മനുഷ്യ സൃഷ്ടിയൊക്കെ പറഞ്ഞാണ് വെളിപാടിൻ്റെ ചരിത്രം ആരംഭിക്കുക. 3-ാം ക്ലാസ് യേശുമിശിഹായ്ക്ക് സ്തുതി. യേശുമിശിഹായ്ക്കാണ് പ്രാമുഖ്യം. അതുകൊണ്ട് വെളിപാടിൻ്റെ ചരിത്രത്തിൻ്റെ പഴയ നിയമ ഭാഗങ്ങൾ 2 പാരഗ്രാഫിൽ സംഗ്രഹിച്ചിരിക്കുകയാണ്. ആദ്യ മാതാപിതാക്കളെക്കുറിച്ച് കുട്ടിയെ പഠിപ്പിച്ചു. അവർ പാപം ചെയ്ത് പറുദീസായ്ക്ക് പുറത്തായ കാര്യമൊക്കെ പഠിപ്പിച്ചു. പഴയ നിയമത്തിലെ കുറേ കാര്യങ്ങൾ നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുകയുണ്ടായി. ആ കാര്യങ്ങളെല്ലാം 2 പാരഗ്രാഫിൽ സംഗ്രഹിച്ചുകൊണ്ട് 3-ാമത്തെ പാരഗ്രാഫിൽ യേശുവിനെ തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഭൂമിയിൽ മനുഷ്യൻ പെരുകി, അവരോടൊപ്പം തിന്മയും വർദ്ധിച്ചു. മനുഷ്യരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസവും ഏറെ ഉണ്ടായി. അവർ രക്ഷകന് വേണ്ടി കാത്തിരുന്നു. കാലത്തികവിൽ പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് രക്ഷകനായ യേശുമിശിഹ ജനിച്ചു. അവൻ അബ്രഹാമിൻ്റെ വംശാവലിയിൽ ദാവീദിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു. ദാവീദിൻ്റെ പട്ടണമായ ബേത്ലഹേമിലായിരുന്നു യേശുവിൻ്റെ ജനനം. അപ്പോൾ 1-ാം പാഠത്തിലെ 3-ാമത്തെ പാരഗ്രാഫിൽ തന്നെ യേശുവിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. പഴയ നിയമം മുഴുവൻ 2 പാരഗ്രാഫിൽ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് യേശുവിൻ്റെ ജനനം കുട്ടിക്ക് 1-2 ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അല്പം കൂടി കുട്ടിയെ വിശദമായിട്ട് പഠിപ്പിച്ച് മുന്നറിവ് അവതരിപ്പിച്ചുകൊണ്ട് തന്നെ യേശുവിനെ അവതരിപ്പിക്കുകയാണ്. ഡിസംബർ 25-നാണ് യേശുവിൻ്റെ ജനത്തിരുന്നാൾ ആഘോഷിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. പരിശുദ്ധ തൃത്വത്തിലെ 2-ാമത്തെ ആളാണ് ദൈവപുത്രനായ യേശുമിശിഹ. യേശു എന്ന പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. യഹോശുവ, യഹോവ രക്ഷകനാണ്, യാഹ്വേ രക്ഷിക്കുന്നു. അപ്പം യേശു എന്ന പേരിൻ്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷിക്തൻ. യേശു എല്ലാവരുടെയും രക്ഷകനാണ്. അവിടുന്ന് മിശിഹായാണ്. അവിടുന്നാണ് മനുഷ്യനായിട്ട് ജനിച്ചത്. നമുക്ക് യേശു മിശിഹായെ സ്തുതിക്കാം. ആ ബോധ്യം 1-ാമത്തെ പാഠത്തിൽ തന്നെ കുട്ടിക്ക് നൽകുകയാണ്. മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പിതാവിൽ നിന്ന് അനാദിയിലെ ജനിച്ച ദൈവപുത്രനാണ് കാലത്തികവിൽ പരിശുദ്ധ കന്യകമറിയാമിൽ നിന്നും മനുഷ്യനായി ജനിച്ചത്. അവൻ ലോകത്തിൻ്റെ രക്ഷകനാണ്. നമുക്ക് ആ രക്ഷകനായ യേശുമിശിഹായെ സ്തുതിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് 3 കുട്ടികൾ യേശുവിൻ്റെ പടം പുറകിൽ കാണാം. അവർ കർത്താവിനെ സ്തുതിക്കുന്ന ഒരു പടമാണ് കൊടുത്തിരിക്കുക. യേശുമിശിഹായ്ക്ക് സ്തുതി. അതിനോട് ചേർന്ന് നമുക്ക് പാടാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആ പാഠത്തിനോട് ചേർന്നുള്ള ആരാധനാക്രമ ഗീതങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. ലളിതഗാനങ്ങൾക്കകത്തു നിന്നാണ് സ്വർഗം ഭൂനിജവാസികളും സൃഷ്ടിയുമെല്ലാം മിശിഹായെ സ്തുതി പാടുന്നു. നിത്യാത്മാവാം അദർശ്യൻ മിശിഹ ജനനം മൂലം മോദിപ്പിച്ചെല്ലാവരെയും. ഓക്കെ, 1 മുതൽ 15 പാഠം യേശുമിശിഹായെക്കുറിച്ച് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 2-ാമത്തെ പാഠം യേശു ദേവാലയത്തിൽ, യേശുവിൻ്റെ ബാല്യത്തിലെ മറ്റ് സംഭവങ്ങളൊക്കെ 1-2 ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചു. യേശുവിൻ്റെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതും ഒക്കെ നമ്മൾ മായൽത്വ തിരുനാളിനെ കുറിച്ചുമൊക്കെ നമ്മൾ 1-2 ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ യേശുവിൻ്റെ ബാല്യത്തിലെ മറ്റൊരു സുപ്രധാന സംഭവം അവതരിപ്പിക്കുകയാണ്. യേശു ദേവാലയത്തിൽ 12-ാം വയസ്സിൽ യേശു മാതാപിതാക്കളോടൊത്ത് പെസഹ തിരുനാളിനായിട്ട് പോകുന്ന സംഭവമാണ്. മാതാപിതാക്കൾ
ആണ്ടുതോറും പെസഹാ തിരുനാളിന് പോയിരുന്നു. ഒരു യഹൂദൻ ആണ്ടുവട്ടത്തിൽ 3 പ്രാവശ്യം ജെറുസലേം ദേവാലയം സന്ദർശിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. പെസഹാ തിരുനാൾ, പെന്തിക്കോസ്തി തിരുനാൾ, കൂടാര തിരുനാൾ. മാതാപിതാക്കൾ വർഷം തോറും പെസഹാ തിരുനാളിന് പോയിരുന്നു. 12-ാം വയസ്സിൽ യേശുവും ഈ പെരുന്നാളിന് മാതാപിതാക്കന്മാരോടൊപ്പം പോയി. 30 വയസ്സിനിടയിൽ ഒരുപക്ഷെ ഈ 12-ാം വയസ്സിൽ മാത്രം യേശു ദേവാലയത്തിൽ പോയി എന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താണ്? യഹൂദ നിയമം അനുസരിച്ച് 12 വയസ്സ് പൂർത്തിയാകുന്ന ഒരു യഹൂദ ആൺകുട്ടി ദ സൺ ഓഫ് ലോ, നിയമത്തിൻ്റെ പുത്രൻ എന്നൊരു കർമ്മത്തിലൂടെ നിയമം അനുഷ്ഠിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യേശു യഥാർത്ഥ യഹൂദനായിരുന്നു. യഹൂദൻ്റെ നിയമങ്ങളെല്ലാം തന്നെ കൃത്യമായി അനുസരിച്ചിരുന്ന, ദേവാലയ കർമ്മങ്ങളെല്ലാം തന്നെ അനുസരിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അത്. അതുകൊണ്ടാണ് 12-ാം വയസ്സിൽ കൃത്യമായി ദേവാലയത്തിൽ അവൻ പോയി എന്ന് പ്രത്യേകമായിട്ട് സുവിശേഷം സൂചിപ്പിക്കുക. അപ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് അവരോടൊപ്പം തർക്കിക്കുന്നതും, യേശുവിനെ മാതാപിതാക്കൾക്ക് നഷ്ടമാകുന്നതും, അവരെ കണ്ടെത്തുന്നതും, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണ്, നിങ്ങൾക്കറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തെ യേശു സൂചിപ്പിക്കുകയാണ്. ദേവാലയവുമായിട്ടുള്ള യേശുവിൻ്റെ ബന്ധം ഈ പാഠത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിനോട് ചേർന്നുള്ള ഗാനങ്ങളും പ്രാർത്ഥനയും ഒക്കെ കുട്ടിയെ പഠിപ്പിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട ആ ഒരു അനുഭവത്തിലേക്ക് കുട്ടിയെ ആനയിക്കേണ്ടതാണ്. 3-ാമത്തെ പാഠം, യേശുവിന് വഴിയൊരുക്കിയവൻ യോഹന്നാൻ സ്നാപകനെ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം 1-2 പാഠങ്ങളും നമ്മൾ യോഹന്നാൻ സ്നാപകനെ പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചില്ല. അപ്പോൾ യേശുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ യേശുവിന് വഴിയൊരുക്കാൻ വന്നവൻ. യേശു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവൻ ഇല്ല. എലിസബത്തിൻ്റെ ഉദരത്തിൽ യോഹന്നാനായിരിക്കുമ്പോൾ, മാതാവിൻ്റെ ഉദരത്തിൽ യേശു ആയിരിക്കുമ്പോൾ അവർ പരസ്പരം കാണുകയും ശിശു പരിശുദ്ധാത്മാവിൽ കുതിച്ചാടുകയും ചെയ്ത അനുഭവങ്ങളൊക്കെ നാം ലിഖിതത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ യോഹന്നാനെ ഇവിടെ പ്രത്യേകമായിട്ട്, സ്നാപയോഹന്നാനെ ഇവിടെ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുകയാണ്. യേശുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപയോഹന്നാൻ മാനസാന്തരത്തിന് ഉള്ള വഴി അവൻ പറഞ്ഞു കൊടുത്തു. പാപമോചനത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ മാമോദീസ അവൻ നൽകി. യേശുവിനെ നോക്കിക്കൊണ്ടു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കിക്കളയുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ യോഹന്നാൻ സ്നാപകനെ അവതരിപ്പിച്ചുകൊണ്ട് യേശുവിനെ വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകനെ പ്രത്യേകമായിട്ട് ഇവിടെ ഈ പാഠത്തിൽ അവതരിപ്പിക്കുകയാണ്. അതിനോട് ചേർന്നുള്ള ഗാനവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ചേർത്തു സലിലം യോഹന്നാൻ സ്നവനം ചെയ്യുവാൻ, മിശിഹാദിനേകി വൺമ തന്നോട് സ്നാനത്താൽ യോഹന്നാൻ യേശുവിന് സ്നാനം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഗാനം അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ പുത്രനും വചനവും ലോകത്തിൻ്റെ പാപത്തെ വഹിച്ചവനുമായി ദൈവകുഞ്ഞാടായിരിക്കുന്ന ദൈവമായ കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നമുക്ക് മനഃപ്പാഠമാക്കാം. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ സ്നാപയോഹന്നാനെ അവതരിപ്പിക്കുകയാണ്. ഇനി യേശുവിൻ്റെ പരിചയത്തിലേക്ക് വരികയാണ്. അപ്പോൾ യേശു മിശിഹായ്ക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്ന യേശുവിനെ ക്രമമായി കുട്ടിയെ ബോധ്യപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ ജനനം, പെട്ടെന്ന് തന്നെ 12-ാം വയസ്സിലേക്ക് വന്നു. യേശുവിൻ്റെ പരിശീലനത്തിന് മുൻപുള്ള സ്നാപയോഹന്നാൻ യേശുവിന് വഴിയൊരുക്കുന്ന കാര്യം പറഞ്ഞു. അടുത്തതായിട്ട് യേശുവും അപ്പസ്തോലന്മാരും യേശുവിൻ്റെ ജ്ഞാനസ്നാന ശേഷം യേശു ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് പോയി. അതിനുശേഷം യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചു. എന്നിട്ട് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതായിട്ട് മർക്കോസ് 1:15, സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചു. യേശു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. 12 ശിഷ്യന്മാരുടെ പേരുകൾ, യേശുവിൻ്റെ പരിശുശ്രൂഷയുടെ ആരംഭം, ഇതെല്ലാം കുട്ടിയെ പഠിപ്പിക്കുകയാണ്. യേശു ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുന്നു. ദൈവരാജ്യം പ്രഘോഷിക്കുവാനും പിശാചുക്കളെ പുറത്താക്കുവാനും രോഗസൗഖ്യം നൽകുവാനും ഒക്കെ അവർക്ക് അധികാരം കൊടുക്കുന്നു, ശക്തി കൊടുക്കുന്നു. ഈ ശിഷ്യന്മാരാണ് കർത്താവിൻ്റെ മരണ ഉത്ഥാന ശേഷം യേശുവിനെ ലോകം മുഴുവനും പ്രഘോഷിച്ചത്. അതിൻ്റെ ഗാനം, അതിൻ്റെ പ്രാർത്ഥന, അതെല്ലാം അതിനോട് ചേർന്നുള്ള കാര്യങ്ങളാണ്. അത് ചേർത്ത് വെച്ച് കുട്ടിയെ ഈ പാഠം പഠിപ്പിക്കാവുന്നതാണ്. 5-ാമത്തെ പാഠം, യേശു ജനങ്ങളെ പഠിപ്പിച്ചു. യേശുവിൻ്റെ പരിജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകൾ യേശുവിൻ്റെ മലയിലെ പ്രസംഗം ആണ്. നമുക്കറിയാം, സെർമൺ ഓൺ ദ മൗണ്ട്,
മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിലെ യേശുവിൻ്റെ പ്രധാന പഠിപ്പിക്കലുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ യേശു എന്താണ് ജനങ്ങളെ അടിസ്ഥാനപരമായിട്ട് പഠിപ്പിച്ചത്? അവൻ യഹൂദ റബ്ബിമാർ പഠിപ്പിക്കുന്ന പോലെ ആയിരുന്നില്ല. അവൻ അധികാരമുള്ളവനെ പോലെയാണ് പഠിപ്പിച്ചത്. ദൈവപുത്ര നിലയിൽ, ദൈവമെന്ന നിലയിൽ ഒരു ഗുരുവായി, അധികാരമുള്ളവനെ പോലെ അവൻ പഠിപ്പിച്ചു. ദിവ്യ ഗുരുവായി കണ്ട് ജനങ്ങൾ അവനെ ശ്രവിച്ചു. യേശു പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. നമുക്കെതിരെ തിന്മ ചെയ്യുന്നവരോട് തിന്മ ചെയ്യാതെ അവർക്ക് നന്മ ചെയ്യുവിൻ. ദുഷ്ടനെ എതിർക്കരുത്. വലതു കർണത്തെ അടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക. അതിൻ്റെ ഉടുപ്പ് കരസ്ഥമാക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക. മറ്റുള്ളവരെ സ്നേഹിക്കണം, ശത്രുക്കളെ സ്നേഹിക്കണം, തെറ്റിയുന്നവരോട് ക്ഷമിക്കണം. അങ്ങനെ കർത്താവ് ഉപവാസത്തെക്കുറിച്ച്, പ്രാർത്ഥനയെക്കുറിച്ച് നിരവധി വിഷയങ്ങളെ കർത്താവ് പഠിപ്പിക്കുകയാണ്. യഹൂദർ ചിന്തിച്ചിരുന്ന ചിന്താധാരയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവൻ അവരെ പഠിപ്പിച്ചു. നിങ്ങൾ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ദാസനായിരിക്കണം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എന്നിൽ നിന്ന് പഠിക്കുവിൻ. നിരന്തരം പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. നിങ്ങൾ ഭാവിയെക്കുറിച്ച് ആകുലരാകരുത്. ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയം വെക്കണം. മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യണം. അത് രഹസ്യമായിട്ടായിരിക്കണം. സഹോദരനുമായിട്ട് പ്രയാസമുണ്ടായാൽ അവന് വേണ്ടി രമ്യപ്പെടണം, അവനോട് ക്ഷമിക്കണം. യേശുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ കാതൽ, അടിസ്ഥാന കാര്യങ്ങളൊക്കെ 5-ാമത്തെ പാഠത്തിൽ യേശു എന്ത് പഠിപ്പിച്ചുവെന്ന് അടിസ്ഥാനപരമായിട്ട് അവിടെ സൂചിപ്പിക്കുകയാണ്. അവിടെ ചേർന്നുള്ള ഗാനങ്ങൾ, പ്രാർത്ഥനകളൊക്കെ ചേർത്ത് കുട്ടിയെ പഠിപ്പിച്ച് കുട്ടിക്ക് ബോധ്യം നൽകാവുന്നതാണ്. 6-ാമത്തെ പാഠം യേശുവും സ്വർഗസ്ഥനായ പിതാവും. യേശുവും സ്വർഗസ്ഥനായ പിതാവും. യേശു ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ അടുത്ത് ചെന്നു. ആ മനോഹര ദൃശ്യം അവർ കാണുകയാണ്. യേശു ആരോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്? അതുപോലെ പ്രാർത്ഥിക്കണമെന്ന് അവർക്കും ആഗ്രഹം തോന്നി. യേശുവിനോട് അവർ പറഞ്ഞു, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. കർത്താവ് അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന യേശുവിന് തൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം അവിടെ സൂചിപ്പിച്ചുകൊണ്ട് യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. യേശു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് സ്വർഗസ്ഥനായ പിതാവിനോടാണ്. യേശു പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ സ്വർഗസ്ഥ പിതാവുമായി ഒന്നിച്ചായിരിക്കുന്ന നിമിഷമാണ് പ്രാർത്ഥന എന്ന് പറയുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ നമ്മൾക്കൊരു അപേക്ഷകൾ അവിടെ കൊണ്ട് സമർപ്പിക്കുക എന്നുള്ളതല്ല. പിന്നെയോ പിതാവും പുത്രനും നമ്മുടെ ബന്ധത്തിൽ ഒരു പിതാവ് പുത്രൻ്റെ സന്നിധിയിലായിരിക്കുന്ന അനുഭവമാണ്. പിതാവും പുത്രനും തമ്മിൽ ആ സ്നേഹബന്ധത്തിലായിരിക്കുന്ന നിമിഷമാണ്. യേശു പിതാവിൻ്റെ സന്നിധിയിൽ, ആ സ്നേഹബന്ധത്തിൽ കൂട്ടായ്മയിലായിരിക്കുന്ന അനുഭവമാണ് പിതാവിൻ്റെ സന്നിധിയിൽ പുത്രനായിരിക്കുന്ന അനുഭവം. താൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, താൻ എപ്പോഴും ആ സ്നേഹബന്ധത്തിലായിരിക്കുന്ന പിതാവിനോടാണെന്നും ആ പിതാവാണ് തന്നെ ലോകത്തിലേക്ക് അയച്ചതെന്നും ആ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് തൻ്റെ ദൗത്യമെന്നും ആ പിതാവിനെക്കുറിച്ച് യേശു ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. എന്നിട്ട് അവസാനം യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനൊരു പിതാവും ഒന്നാണ്. അപ്പോൾ യേശുവിലൂടെ പിതാവ് ആരാണെന്ന് നമുക്ക് യേശു വെളിപ്പെടുത്തി തരികയാണ്. അപ്പോൾ യേശുവിൻ്റെ പിതാവിനെ, സ്വർഗസ്ഥനായ പിതാവിനെ സ്തുതിക്കാനും ആരാധിക്കാനും യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മൾ യേശുവിൻ്റെ ജനനം, യേശു ദേവാലയത്തിൽ പോകുന്നത്, തുടർന്ന് സ്നാപയോഹന്നാന്, യേശു അപ്പസ്തോലന്മാരും, യേശു ജനങ്ങളെ പഠിപ്പിച്ചത്, യേശുവും സ്വർഗസ്ഥനായ പിതാവും. 7 മുതൽ ഉള്ള പാഠങ്ങൾ നമുക്കറിയാം. 7 മുതൽ തുടർച്ചയായിട്ട് 3-4 പാഠങ്ങൾ യേശുവിൻ്റെ അത്ഭുതങ്ങളാണ് പ്രധാനമായിട്ട് അവിടെ സൂചിപ്പിക്കുക. 7 മുതൽ 12 വരെയുള്ള പാഠങ്ങളിൽ യേശുവിൻ്റെ അത്ഭുതങ്ങൾ. യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം എന്ന് പറയുക യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതം കാനായിൽ യേശു നടത്തിയ അത്ഭുതമാണ്. യേശു വെള്ളം വീഞ്ഞാക്കുന്നു. യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളിലൂടെ യേശു ഒരു സാധാരണക്കാരനല്ല, സാധാരണ മനുഷ്യൻ മാത്രമല്ല, യേശു ദൈവമാണെന്ന് യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും കുട്ടിക്ക് ബോധ്യം നൽകുകയാണ്. അപ്പോൾ യേശു വെള്ളം വീഞ്ഞാക്കുന്ന സംഭവം യോഹന്നാൻ്റെ സുവിശേഷത്തിനും പ്രത്യേകമായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തി, യേശു തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തിയ ആദ്യത്തെ അത്ഭുതമാണിത്. മഹത്വം വെളിപ്പെടുത്തിയ ആദ്യത്തെ അത്ഭുതം. നമുക്കറിയാം, മലങ്കര സഭയിലെ 50 നോമ്പിൻ്റെ
ആദ്യ ഞായറാഴ്ചയുടെ വായന കാനായിൽ യേശു വെള്ളം വീഞ്ഞാക്കിയ സംഭവമാണ് നമുക്കറിയാം. അതുമായി ചേർന്ന പാട്ട്, പ്രാർത്ഥന ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് യേശുവിൻ്റെ അത്ഭുതം കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ദൈവം എന്ന നിലയിൽ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ. രണ്ടാമത്തേത്, യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തും. 8-ാമത്തെ പാഠം, കുഷ്ഠരോഗം മാറാരോഗമാണ്, സുഖപ്പെടുന്ന രോഗമല്ല. അപ്പോൾ അങ്ങനെ ഒരു കുഷ്ഠരോഗിയെ യേശു കൈനീട്ടി സ്പർശിച്ചുകൊണ്ട് യേശു സൗഖ്യം നൽകുന്ന അത്ഭുതമാണ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത്. വലിയ നോമ്പിലെ നമ്മുടെ പ്രാർത്ഥന അനുസരിച്ച്, ആരാധനക്രമം അനുസരിച്ച് 2-ാം ഞായറാഴ്ച കുഷ്ഠരോഗിയെ സുഖപ്പെടുന്ന സംഭവമാണ് നമ്മൾ പ്രത്യേകമായിട്ട് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. അപ്പോൾ യേശു സൗഖ്യദായകനാണ്. വെള്ളം വീഞ്ഞാക്കിയതോടുകൂടി ഒരു കുടുംബത്തിലെ പ്രതിസന്ധിയിൽ യേശു ഇടപെട്ട് അവർക്ക് ബലം കൊടുക്കുന്ന, ആശ്വാസം കൊടുക്കുന്ന ഒരു യേശുവാണെങ്കിൽ, ഇവിടെ സൗഖ്യദായകനായ യേശുവിനെ മനുഷ്യൻ്റെ രോഗത്തിലെ പ്രതിസന്ധിയിൽ അവന് സൗഖ്യം നൽകുന്ന ഗുഡ് ഫിസിഷ്യൻ, ഡിവൈൻ ഫിസിഷ്യൻ, കർത്താവ് സൗഖ്യം നൽകുന്ന ദൈവമാണെന്ന് സൂചിപ്പിക്കുകയാണ്. വീണ്ടും 9-ാം പാഠത്തിൽ യേശു അന്ധന് കാഴ്ച നൽകുന്നു. മറ്റൊരു സൗഖ്യദാന ശുശ്രൂഷയാണ് അന്ധന് കാഴ്ച നൽകുന്നത്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് ഉറക്കം നിലവിളിച്ചുകൊണ്ട് അവൻ സൗഖ്യത്തിനായിട്ട് അപേക്ഷിക്കുകയാണ്. തിമയൂസിന് പുത്രനായ ബർത്തിമയൂസ്, അന്ധനായ യാചകൻ വഴിയിലിരുന്നു കൊണ്ട് സൗഖ്യത്തിനു വേണ്ടി നിലവിളിച്ചപ്പോൾ യേശു അടുത്തിയെന്ന് നിന്റെ വിശ്വാസത്തിനെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന് സൗഖ്യം നൽകുന്നു. യേശുവിനെ ദൈവമായി കണ്ടു വിളിച്ചപേക്ഷിക്കുന്നവർക്കെല്ലാം അവൻ സൗഖ്യം നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 8-9 പാഠങ്ങളിൽ സൗഖ്യദാന ശുശ്രൂഷകളാണ് നമ്മൾ കണ്ടത്. കുഷ്ഠരോഗിയെ സുഖപ്പെടുന്നതും അന്ധനെ സുഖപ്പെടുന്നതും. ഇനി 10-ാമത്തെ പാഠത്തിൽ യേശു വെള്ളത്തിൻ്റെ മീതെ നടക്കുന്നു. പ്രകൃതിയുടെ മേലുള്ള കർത്താവിൻ്റെ അധികാരം. വെള്ളത്തിന് മീതെ നടക്കുവാൻ സാധിക്കുന്ന മനുഷ്യൻ, അവൻ സാധാരണക്കാരനല്ല. ശിഷ്യന്മാർ വഞ്ചിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ യേശു അവർക്കെതിരെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നു. കടൽ ശോഭിച്ചപ്പോൾ കടലിനെ ശാന്തമാക്കുന്നു. പത്രോസ് വെള്ളത്തിലേക്ക് താണപ്പോൾ അല്പവിശ്വാസി നീ സംശയിച്ചത് എന്തിന്? യേശു വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. ശിഷ്യർ അവനെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, സത്യമായും നീ ദൈവപുത്രനാണ്. മത്തായി 14:22-33. സത്യമായും നീ ദൈവപുത്രനാണ്. പ്രകൃതിയുടെ മേൽ അധികാരമുള്ള യേശുവിനെ അവതരിപ്പിക്കുകയാണ്. 11-ാം പാഠത്തിൽ യേശുവിൻ്റെ തേജസ്കരണം. യേശു പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നീ 3 ശിഷ്യരോടുകൂടി മലയിലേക്ക് പോയി. താബോർ മലയിൽ അവിടെ വെച്ച് അവൻ രൂപാന്തരപ്പെട്ടു. മോശയും ഏലിയായും ഒക്കെ യേശുവിനോട് സംസാരിക്കുന്നതായിട്ട് ശിഷ്യന്മാർ കണ്ടു. യേശു മഹത്വീകരിക്കപ്പെട്ട വ്യക്തിയായി അസാധാരണമായൊരു ദർശനം അവർക്ക് ലഭിക്കുകയാണ്. യേശു ഒരു സാധാരണക്കാരനല്ല, അതിനപ്പുറത്ത് ഒരു ദൈവിക വ്യക്തിത്വമാണ് എന്നുള്ളൊരു ബോധ്യം അവരുടെ ഉള്ളിൽ ഈ സംഭവം നൽകുകയാണ്. തേജസ്കരണ പെരുന്നാൾ നമ്മൾ മാറനായ പെരുന്നാളുകൾ ഒന്നായിട്ട് ആഘോഷിക്കുന്നതാണല്ലോ. അപ്പോൾ യേശുവിൻ്റെ തേജസ്കരണത്തിലൂടെ യേശുവിൻ്റെ ദൈവികത അവിടെ സൂചിപ്പിക്കുകയാണ്. ശിഷ്യന്മാർക്ക് യേശുവിനെക്കുറിച്ച് ഒരു ദൈവികമായ ഭാവം അവനിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നു. 12-ാമത്തെ പാഠത്തിൽ യേശു ലാസറിനെ ഉയർപ്പിക്കുന്നു. മരണത്തിൻ്റെ മേൽ അധികാരമുള്ള യേശു മരിച്ചവരെ ഉയർപ്പിക്കുക ഒരുപക്ഷേ ഇസ്രായേൽ ജനം ആദ്യം കാണുന്നതായിരിക്കാം. ആ കാലഘട്ടത്തിൽ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള യേശു, അത് മരിച്ച 4-ാം ദിവസമാണ് അവൻ്റെ ശരീരം അഴുകിത്തുടങ്ങി. അപ്രകാരം അഴുകിത്തുടങ്ങിയ ലാസറിനെയാണ് കർത്താവ് ഉയർപ്പിച്ചത്. മരണത്തിൻ്റെ മേൽ അധികാരമുള്ള യേശുവിനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ 7 മുതൽ 12 വരെയുള്ള പാഠങ്ങളിൽ പ്രത്യേകിച്ച് യേശുവിൻ്റെ അത്ഭുത പ്രവർത്തികളാണ് പ്രത്യേകമായിട്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. 1 മുതൽ 6 വരെയുള്ള പാഠങ്ങളിൽ സുവിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന യേശുവിനെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നു. അതിനുശേഷം വീണ്ടും സുവിശേഷങ്ങൾ തന്നെ പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ അത്ഭുതങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഇനി യേശുവിൻ്റെ അവസാനത്തെ രക്ഷാകര സംഭവങ്ങൾ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയാണ്. 13-ാം പാഠത്തിൽ യേശുവിൻ്റെ മരണവും ഉത്ഥാനവും 1-ലും 2-ലുമൊക്കെ ആ പാഠം പഠിച്ചതാണ്. അല്പം കൂടെ വിശദമായിട്ട് യേശു കുരിശിൽ മരിച്ച് നമ്മെ രക്ഷിക്കുന്ന ആ കാൽവരിയിലെ മരണത്തിലൂടെ നമ്മെ രക്ഷയിലേക്ക് ആനയിച്ച സംഭവത്തെ അല്പം കൂടെ കുട്ടിയെ വിശദമായിട്ട് പഠിപ്പിക്കുകയാണ് 13-ാം പാഠത്തിൽ. യേശുവിൻ്റെ മരണ ഉത്ഥാനം ഒറ്റ പാഠത്തിൽ തന്നെ ഒന്നിച്ച് അത് ക്രമീകരിച്ചിരിക്കുകയാണ്. 14-ാം പാഠത്തിൽ
യേശുവിൻ്റെ സ്വർഗാരോഹണം, മരിച്ച് ഉത്ഥാനം ചെയ്ത് യേശു 40-ാം ദിവസം സ്വർഗത്തിലേക്ക് കയറി. മാറനായ പെരുന്നാളുകളിലൊന്നാണല്ലോ സ്വർഗാരോഹണം. യേശു ഉത്ഥാനം ചെയ്തതിന് ശേഷം 40 ദിവസം ഭൂമിയിലായിരുന്നു കൊണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. തന്നെ അവർക്ക് വെളിപ്പെടുത്തി. മരിച്ചവരിൽ നിന്നും ഉത്ഥാനം ചെയ്ത യേശു ശിഷ്യന്മാർക്ക് കാണപ്പെട്ടു. യേശുവിൻ്റെ ഉത്ഥാനത്തിൽ അവർക്ക് ബോധ്യമുണ്ടായി. അതുകൊണ്ടാണ് ഭയന്ന് വിറച്ചിരുന്ന അപ്പോസ്തലന്മാർ യേശുവിൻ്റെ ഉത്ഥാനം കണ്ട് അതിൽ ബോധ്യമായി കഴിഞ്ഞപ്പോൾ അവർക്ക് യേശു ദൈവമാണെന്നുള്ള ആ വലിയ ബോധ്യത്തിലേക്ക് അവർ കടന്നു വരാൻ സാധിച്ചു. ഉദ്ധിതനെ അവർ കണ്ടു. അതിനുശേഷമാണ് യേശു സ്വർഗാരോഹണം ചെയ്യുക. 40 ദിവസത്തിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. അതിനുശേഷം 10 ദിവസം കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. പെന്തിക്കോസ്ത് എന്ന പേരിൽ നമ്മൾ 1-2 ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തതാണ്. 3-ാം ക്ലാസ്സിൽ അല്പം കൂടെ 1 വയസ്സുള്ള കുട്ടിക്ക് കൂടി അപ്പോൾ അല്പം കൂടെ വിശദമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, പത്രോസിൻ്റെ പ്രസംഗവും അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതും വളരെ വിശദമായിട്ട് 15-ാമത്തെ പാഠത്തിൽ. അപ്പോൾ 1 മുതൽ 15 വരെയുള്ള പാഠങ്ങളിൽ യേശുമിശിഹായായിരുന്നു ചർച്ചാ വിഷയം. കാരണം പുസ്തകത്തിൻ്റെ പേര് യേശുമിശിഹായ്ക്ക് സ്തുതി, യേശുവിനെ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. 15-ാം പാഠം പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെങ്കിലും യേശുവിൻ്റെ ദൗത്യം പരിശുദ്ധാത്മാവിലൂടെ തുടരുന്നു എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. 16-ാമത്തെ പാഠത്തിൽ വിശുദ്ധ ബൈബിൾ പുതിയൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ബൈബിൾ? ബൈബിളിനകത്ത് പുതിയ നിയമത്തിൽ അവതരിപ്പിച്ച യേശുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എന്താണ് ബൈബിൾ? ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിബന്ധം, ബൈബിളുമായി ബന്ധപ്പെട്ട ഒരു ആധ്യാത്മികത രൂപപ്പെടുത്തുവാൻ നമ്മൾ 3-ാം ക്ലാസ്സിൽ തന്നെ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ തിരുവചനമാണ് ബൈബിൾ. വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ വേദപുസ്തകം, വിശുദ്ധ ലിഖിതം എന്നീ പേരുകൾ ഇതിനുണ്ട്. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകമെന്നാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി 73 പുസ്തകങ്ങളുണ്ടെന്നും പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമമെന്നും പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും കേന്ദ്ര വ്യക്തിത്വം യേശുവാണെന്നും ബൈബിളിന് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ വളരെ പ്രധാന സ്ഥാനമാണുള്ളതെന്നും വിശുദ്ധ കുർബാനയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പോലെ തന്നെ ബൈബിളിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമെന്നും ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ വിശുദ്ധ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്നും വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുമെന്നും കർത്താവിനെ കേൾക്കുവാനുള്ള മാർഗമാണ് വിശുദ്ധ ലിഖിത വായനയെന്നും നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുകയാണ്. ദേവാലയത്തിൽ പുരോഹിതൻ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ യേശു ക്രിസ്തു തന്നെയാണ് സംസാരിക്കുന്നത് എന്ന് കുട്ടിക്ക് ബോധ്യം കൊടുക്കുകയാണ്. ക്രൈസ്തവ ജീവിതത്തിൽ ബൈബിൾ വളരെ പ്രാധാന്യമുണ്ട്. വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ അത് കൂദാശയായി തീരുമെന്നും ആ ബൈബിൾ വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുമെന്നും കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ സന്നിഹിതമാണെന്നും ഒക്കെ നമ്മൾ കുട്ടിയെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർവം ബൈബിൾ വായിക്കണം, പ്രാർത്ഥനാപൂർവം വായിക്കണം, ബൈബിളിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ബൈബിൾ എന്താണെന്ന് കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ് 16-ാം പാഠത്തിൽ. 17-ാമത്തെ പാഠത്തിൽ നമ്മുടെ വിശ്വാസം പറഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമാണം കുട്ടിയെ പഠിപ്പിക്കുകയാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പലയിടത്തും പറയുകയുണ്ടായതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ദീർഘമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. വിശ്വാസ പ്രമാണത്തിൻ്റെ കാതൽ നമ്മൾ പറയുകയുണ്ടായി. വിശുദ്ധ ഗ്രന്ഥം, പഴയ നിയമവും പുതിയ നിയമവും വിശുദ്ധ ലിഖിതം മുഴുവൻ അടിസ്ഥാന വിശ്വാസങ്ങളെല്ലാം ക്രോഡീകരിച്ചിരിക്കുന്നതാണ് വിശ്വാസ പ്രമാണം. സഭയുടെ വിശ്വാസ അന്തസത്ത മുഴുവൻ പ്രതിഫലിപ്പിക്കുന്നതാണ് വിശ്വാസ പ്രമാണം. വിശുദ്ധ ലിഖിതം മുഴുവൻ ഒരുപക്ഷെ ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ ക്രോഡീകരിച്ചിരിക്കുന്നതാണ്. മറ്റൊരു വാക്കി പറഞ്ഞാൽ വേദപുസ്തകം മുഴുവൻ ഒരു പ്രാവശ്യം വായിക്കുന്നതിന് തുല്യമാണ് ഒരു പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയാൽ. അതുകൊണ്ട് വേദപുസ്തകം വായിക്കേണ്ടതെന്നല്ല, അത്രമാത്രം നിറഞ്ഞു നിൽക്കുന്ന യാഥാർത്ഥ്യമാണ് വിശ്വാസ പ്രമാണം. സഭയിൽ വിശ്വാസ പ്രതിസന്ധികളുണ്ടായപ്പോൾ, പ്രത്യേകിച്ച് ആര്യനിസം എന്ന ആ പാഷണ്ഡതയുണ്ടായപ്പോൾ, യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചപ്പോൾ, വിവിധ പാഷണ്ഡതകൾ രൂപപ്പെട്ടപ്പോൾ എന്താണ് സത്യവിശ്വാസമെന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി AD 325 നിഖ്യായിൽ പിതാക്കന്മാർ ഒന്നിച്ചുകൂടി ആദ്യത്തെ സാർവത്രിക സൂനോദോസ് നിഖ്യായിൽ നടക്കുകയുണ്ടായി. നൈസ്യൻ കൗൺസിൽ എന്നാണ് അതിനെ പറയുക. ആ സൂനോദോസിൽ രൂപപ്പെട്ടതാണ് നിഖ്യ വിശ്വാസ പ്രമാണം. എന്നാൽ 381 കോൺസ്റ്റാന്റിനോപ്പിൾ കൂടിയ സൂനോദോസിൻ്റെ ചില പഠിപ്പിക്കലുകളും ഇക്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്താണ് നൈസ്യൻ കോൺസ്റ്റാന്റിനോപ്പിൾ
വിശ്വാസ പ്രമാണം എന്നാണ് പൊതുവായിട്ട് പറയുക. സത്യത്തിൽ നൈസിയൻ ക്രീഡ് എന്ന് പറയുമ്പോഴും നിഖ്യായിലും കോൺസ്റ്റാന്റിനോപ്പിളിലും രൂപപ്പെട്ട വിശ്വാസ സത്യങ്ങളാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുക. നമുക്കറിയാം, വിശ്വാസ പ്രമാണത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് പഴയ നിയമം മുഴുവൻ ഒറ്റ പാരഗ്രാഫിൽ പറഞ്ഞു തീർത്തിരിക്കുകയാണ്. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവുമായ സത്യ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സൃഷ്ടാവായ ദൈവം, പിതാവായ ദൈവം, ഏകദൈവം, ഇതൊക്കെ വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുകയാണ്. പൗരസ്ത്യ ദർശനത്തിൽ പ്രത്യേകിച്ച് ദൈവം ഏകനാണ് എന്നത് പിതാവിൽ നിന്നാണ് പുത്രൻ ജനിക്കുന്നതും പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നതും. അപ്പോൾ പിതാവ് ഏകനാണ്, പിതാവിലാണ് പുത്രനും പരിശുദ്ധാത്മാവും ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ പിതാവാണ് ദ സോഴ്സ്, ദ പ്രിൻസിപ്പൽ സോഴ്സ്, ദി ആർക്കെ. അപ്പം ദൈവം ഏകനാണെന്നുള്ളത് പിതാവ് ഏകനാണ്, പിതാവിൽ നിന്നാണ് പുത്രൻ ജനിക്കുന്നതും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നതും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഏകത്വം പിതാവുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കാനാണ് കൂടുതൽ പൗരസ്ത്യ സഭ താല്പര്യപ്പെടുക. എന്നാൽ പാശ്ചാത്യ സഭ അല്ലെങ്കിൽ മറ്റു സഭകളും ഫിലോസഫിയുടെ ഒരു പശ്ചാത്തലത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കുക. ദൈവം സ്വഭാവത്തിലൊന്നായിരിക്കുന്നു, ദൈവിക സ്വഭാവത്തിലൊന്നായിരിക്കുന്നു. എന്നാൽ വ്യക്തിയിൽ 3 വ്യക്തികളായിരിക്കുന്നു, 3 persons in one nature. അപ്പോൾ പിതാവായ ദൈവത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. പുതിയ നിയമം ദൈവത്തിൻ്റെ ഏകപുത്രൻ, പിതാവായ ദൈവത്തിൻ്റെ ഏകപുത്രൻ, എല്ലാ സൃഷ്ടിക്കും മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവൻ, പ്രകാശത്തിനുള്ള പ്രകാശം, സത്യദൈവത്തിനുള്ള സത്യദൈവം. ജനിച്ചവനാണ്, സൃഷ്ടിക്കപ്പെട്ടവനല്ല. ആരിയൂസിനെതിരെ ഉള്ള പരാമർശമാണ്. എന്നിട്ട് പറയുകയാണ്, അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും കന്യാമറിയാമിൽ ജനിച്ചു. മാനുഷിക ബന്ധത്തിലൂടെയല്ല, പിന്നെ പരിശുദ്ധാത്മാവിലാണ് അവൻ കന്യാമറിയാമിൽ ജന്മമെടുക്കുന്നത്. 2 മനുഷ്യ വ്യക്തികൾ അവതരിപ്പിച്ചിരിക്കുകയാണ് അവിടെ. ഏതാണ്? പരിശുദ്ധ കന്യാമറിയാവും വിജാതീയനായ പൊന്തിയോസ് പീലാത്തോസും. എന്താണ്? യേശു ചരിത്രപുരുഷനാണ് എന്ന് സൂചിപ്പിക്കാനാണ് പൊന്തിയോസ് പീലാത്തോസിൻ്റെ. ഒരു വിജാതീയനെ എല്ലാ പ്രാർത്ഥനയിലും ദിവസം 3 പ്രാവശ്യം നമ്മൾ വിശ്വാസ പ്രമാണം ചെയ്യുമ്പോൾ ഒരു വിജാതീയനെ ഓർക്കുകയാണ്, പൊന്തിയോസ് പീലാത്തോസ്. യേശു ചരിത്രപുരുഷനാണ്. പൊന്തിയോസ് പീലാത്തോസിൻ്റെ കാലങ്ങൾ അവൻ ക്രൂശിക്കപ്പെട്ടു, കഷ്ടമനുഭവിച്ചു, മരിച്ചു. അവൻ മഹത്വത്തോടെ വീണ്ടും വരും. അവൻ രാജ്യത്തിന് അവസാനമില്ല. പുതിയ നിയമം മുഴുവൻ അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. 3-ാമത്തെ പാരഗ്രാഫിൽ പരിശുദ്ധാത്മാവിനെ അവതരിപ്പിച്ചിരിക്കുകയാണ്. സഭയുടെ കാലഘട്ടം, പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്ന പരിശുദ്ധാത്മാവ്. പിതാവിനെക്കുറിച്ച് പറഞ്ഞു, പുത്രനെക്കുറിച്ച് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ ഏകവും വിശുദ്ധവും കാതോലികവും ശ്രൈഹികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഭയെ വിശ്വസിക്കുന്നു, സഭയിൽ വിശ്വസിക്കുന്നു. സഭയെ വിശ്വസിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സഭയ്ക്കാണ് അതോറിറ്റി, അധികാരം. യേശു മരണ ഉത്ഥാന ശേഷം ശിഷ്യന്മാർക്ക് നൽകിയിട്ട് പോയത് എന്താണ്? അധികാരമാണ്. അത് സഭയ്ക്കാണ് കൊടുത്തത്. വിശുദ്ധീകരിക്കാനും പഠിപ്പിക്കാനും നയിക്കാനും ഉള്ള അധികാരം. ആ സഭയാണ് നമ്മൾ വിശ്വസിക്കുക. അപ്പസ്തോലന്മാരാകുന്ന തൂണിന്മേൽ പണിയപ്പെട്ട സഭ, അപ്പസ്തോലി അധികാരമുള്ള സഭ. സഭയുടെ പ്രാധാന്യം എടുത്ത് കാണിക്കുകയാണ്. അവസാനം 4-ാമത്തെ പാരഗ്രാഫിൽ പാപമോചനത്തുള്ള മാമോദീസ, കൂദാശയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മരിച്ചവർ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വരുവാൻ ഇരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനിലും യേശുവിൻ്റെ 2-ാമത്തെ വരവിലും നിത്യയിൽ ഞങ്ങൾ വിശ്വസിക്കും. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അന്തസത്ത എന്താണെന്ന് കുട്ടിയെ പഠിപ്പിക്കുകയാണ്. 3-ാം ക്ലാസ്സിൽ വിശ്വാസപ്രമാണമൊക്കെ കാണാതെ പഠിക്കാനായിട്ട് കുട്ടി പഠിക്കുകയാണ്. ഇതൊക്കെ സന്ധ്യാപ്രാർത്ഥനയിൽ വീട്ടിൽ ചൊല്ലി പരിചയമുള്ളതാണ്. അതുകൊണ്ട് ആ ക്ലാസ്സിൻ്റെ അവസാനം വിശ്വാസ പ്രമാണം തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കുട്ടിയെ പ്രാർത്ഥിക്കാനൂടെ നമ്മൾ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ്. ഇനി 18-ാമത്തെ പാഠത്തിൽ നമ്മുടെ സഭ എന്ന് പറഞ്ഞുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ നമ്മൾ 1-ാം ക്ലാസ്സിൽ എൻ്റെ പള്ളി എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്തി. 2-ാം ക്ലാസ്സിൽ നമ്മൾ പള്ളിക്കുള്ളിലെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി. 3-ാം ക്ലാസ്സിൽ നമ്മുടെ സഭ. അപ്പം തോമസ് ലീഗയെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചു. തോമസ് ലീഗ ഭാരതത്തിൽ വന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പം അതിൻ്റെ തുടർച്ചയാണ്. AD 52 തോമസ് ലീഗ കൊടുങ്ങല്ലൂരിലെത്തി, കണ്ടോ. അതിനുശേഷം ഇവിടെ ക്രിസ്തുമതം രൂപപ്പെട്ടു. 16-ാം നൂറ്റാണ്ട് വരെ ഇവിടുത്തെ സഭ ഒന്നായിരുന്നു. അതിനുശേഷം സഭയിൽ പിളർപ്പുണ്ടായി. അങ്ങനെ ഒരു വിഭാഗം കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് മാറി നിന്ന കൂട്ടായ്മയിൽ നിന്ന് ഒരു വിഭാഗം മാർ ഇവാനിയോസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ
കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിലേക്ക് തിരികെ വന്നു, ഐക്യപ്പെട്ടു. അങ്ങനെ കത്തോലിക്ക ഐക്യം വീണ്ടെടുത്ത, കത്തോലിക്ക സഭയുടെ കൂട്ടായ്മ വീണ്ടെടുത്ത സഭയിലെ അംഗങ്ങളെയാണ് മലങ്കര സുറിയാനി കത്തോലിക്കർ എന്ന് വിളിക്കുന്നത്. നാം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അംഗങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയെ ആദ്യമായിട്ട് നമ്മൾ കുട്ടിയെ പരിചയപ്പെടുത്തുകയാണ്. എന്നിട്ട് ആരാണ് ആ സഭയുടെ തലവൻ, നമുക്ക് എത്ര ഭദ്രാസനങ്ങളുണ്ട്, കത്തോലിക്ക സഭ എത്ര റീത്തുകളുണ്ട്, ഭാരതത്തിൽ 3 റീത്തുകളാണുള്ളത്, ഇക്കാര്യങ്ങളൊക്കെ കുട്ടിയെ അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ലോകത്തിൽ 130 കോടി കത്തോലിക്കരുണ്ട്. മാർപ്പാപ്പയാണ് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. ഇപ്പോഴത്തെ സഭയെ നയിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ, 266-ാമത്തെ മാർപ്പാപ്പയാണ്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സഭാചരിത്രം കുട്ടിയെ പഠിപ്പിക്കുകയാണ്. അവസാനം ജീവിത സാക്ഷ്യം, 19-ാമത്തെ പാഠമാണ്. വിശ്വാസ സാക്ഷികൾ, വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തികളെ ഇവിടെ അവതരിപ്പിക്കുകയാണ്. നമ്മൾ പറഞ്ഞു ബൈബിള്, ആരാധനാക്രമം, സഭാചരിത്രം, ക്രിസ്തീയ ജീവിതം. ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 4-ാം ഭാഗത്തിലാണ് വിശ്വാസ സാക്ഷികൾ. ക്രിസ്തു മതത്തിലെ ആദ്യത്തെ ക്രിസ്ത്യാനികളായിരുന്ന ആദ്യത്തെ രക്തസാക്ഷിയും വിശുദ്ധനുമാണ് സ്തേഫാനോസ്. അപ്പോൾ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന ആ സംഭവവും സ്തേഫാനോസിൻ്റെ ജീവിതത്തെ അവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. വിശുദ്ധലിഖിതത്തിൽ നിന്ന് തന്നെയുള്ള ആദ്യത്തെ രക്തസാക്ഷി വിശുദ്ധനായ സ്തേഫാനോസ്. രണ്ടാമതായിട്ട് ഭാരതത്തിൽ വന്ന് സുവിശേഷം പ്രസംഗിച്ച് ഭാരതത്തിൻ്റെ വലിയ സുവിശേഷകനായി തീർന്ന വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ. മൂന്നാമതായിട്ട് ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൺമുമ്പിൽ ജീവിച്ച് മരിച്ച മദർ തെരേസ, വിശുദ്ധയോഗം നയിച്ച 3 വ്യക്തികൾ 3 കാലഘട്ടത്തിൽ നിന്ന്, ആദിമസഭയിൽ, മിഡിൽ ഏജസിൽ, ആധുനിക കാലഘട്ടത്തിലെ 3 വ്യക്തികളെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നവർക്ക് നിബിയന്മാരും ജാതികളുടെ ഏവങ്കേലിയോൻ കുർബാനയ്ക്ക് പാടുന്ന പാട്ടാണ് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിനോട് ചേർന്ന ആ ഗാനം കൂടെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്കിത് പെട്ടെന്ന് അനുഭവമായി തീരും. അവസാനമായിട്ട് പ്രകൃതിയെ സ്നേഹിക്കുക ഉണ്ടോ. 3-ാം ക്ലാസ്സിൽ തന്നെ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ സ്നേഹിക്കണം. പ്രകൃതിയിലുള്ള സകലത്തിനെയും യേശു സ്നേഹിച്ചിരുന്നു. അവൻ പ്രാർത്ഥിക്കാനായി മലമുകളിലേക്ക് പോകുമായിരുന്നു. കടൽക്കരയിലും മലയുടെ അടിവാരങ്ങളിലും വെച്ചാണ് അവനെ പലപ്പോഴും പഠിപ്പിച്ചിരുന്നത്. ദൈവം ദാനമായി നൽകിയ പ്രകൃതിയെ നമ്മളും സ്നേഹിക്കണം. മരങ്ങളും ചെടികളും നശിപ്പിക്കരുത്. പുഴകളും കുളങ്ങളും തോടുകളും നെൽപ്പാടങ്ങളും സംരക്ഷിക്കണം. ഭൂമിയും വെള്ളവും വായുവും മലിനമാകാതെ സൂക്ഷിക്കണം. നമുക്ക് ജീവിക്കാൻ ഇവയെല്ലാം ആവശ്യമാണ്. ചെടികളും മരങ്ങളും നട്ടുപിടിപ്പിക്കണം. ചെപ്പും ചവറും പ്ലാസ്റ്റിക്കും അലക്ഷ്യമായി വലിച്ചെറിയരുത്. പ്രകൃതിയുടെ ഭംഗി നാം കാണണം, അതിനെ സംരക്ഷിക്കണം. പ്രകൃതി ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. പ്രകൃതിയിലൂടെ സൃഷ്ടാവായ ദൈവത്തെ നാം സ്തുതിക്കണം. അപ്പോൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കുഞ്ഞു ക്ലാസ്സിൽ തന്നെ കുട്ടിയുടെ മനസ്സിൽ പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കാനും ഒക്കെയുള്ള ചിന്തകൾ രൂപപ്പെടുത്തുകയാണ്. അവസാനം പ്രാർത്ഥിക്കാനായി നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയിലെ പ്രധാന പ്രാർത്ഥന എല്ലാം തന്നെ കൊടുത്തിരിക്കുകയാണ്. നമുക്കറിയാം 1-ാം ക്ലാസ്സിൽ കൗമ പ്രാർത്ഥന പഠിപ്പിച്ചു. 2-ും 3-ും ക്ലാസ്സിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നതിനെ മോർണേശുവിശായം പഠിപ്പിച്ചു. 3-ാം ക്ലാസ്സിൽ കുട്ടി അത്യുന്നതിൻ്റെ മറലിരിക്കുന്നു എന്ന സങ്കീർത്തനവും കർത്താവെ നിൻ്റെ കരുണയും ചിറകുള്ള നിഴലിൻ കീഴിൽ ഞങ്ങളെ മറിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള അപേക്ഷ പ്രാർത്ഥനയും ക്രോബേന്മാരുടെ സ്തുതിയും വിശ്വാസ പ്രമാണവും 3-ാം ക്ലാസ്സിൽ സന്ധ്യാപ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചേർത്തിട്ടുണ്ട്. 3-ാം ക്ലാസ് ആകുമ്പോഴേക്കും കുട്ടികൾ വീട്ടിൽ ചൊല്ലി പരിചയമുള്ള പ്രാർത്ഥനകളാണ്. അവർക്കത് പഠിക്കുന്നതിനായിട്ട് സാധിക്കും. 3-ാം ക്ലാസ്സിലെ 20 പാഠങ്ങൾ, ഇതിലെ പ്രധാന ചർച്ചാ വിഷയം യേശുവായിരുന്നു. യേശു ആരാണെന്നും ആ യേശുവിനെ അറിഞ്ഞ് സ്തുതിക്കുവാനും കുട്ടിയെ പഠിപ്പിക്കുകയായിരുന്നു. 1 മുതൽ 15 വരെയുള്ള പാഠങ്ങൾ യേശു മിശിഹായെക്കുറിച്ച് തന്നെയാണ്. സുവിശേഷങ്ങളിൽ അവതരിപ്പിച്ചിരിക്കുന്നത് യേശുവിനെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം വിശുദ്ധ ബൈബിള്, വിശ്വാസ പ്രമാണം, സഭ, അതുപോലെ തന്നെ വിശുദ്ധ ജീവിതം നയിച്ചവർ, പ്രകൃതി, ഈ വിഷയങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ പാഠം ക്രമീകരിച്ചിരിക്കുക. 1-ഉം 2-ഉം ക്ലാസ്സിലൂടെ ദൈവത്തെയും തൃത്വൈക ദൈവത്തെയും അറിയുകയും ആരാധിക്കുകയും ചെയ്ത കുട്ടി 3-ാം ക്ലാസ്സിലൂടെ ആരാണ് യേശു, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്, അവൻ രക്ഷകനാണ്, ആ യേശു സ്തുതിക്ക് യോഗ്യനാണ്, ആ യേശുവിലൂടെയാണ് ഞാൻ രക്ഷ പ്രാപിക്കുന്നത്, ആ യേശുവിനെ കുട്ടിയുമായി പരിചയപ്പെടുത്തി യേശുവുമായി ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് കുട്ടി ആനയിക്കുകയാണ്. ആ യേശുവാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം. ആ ബോധ്യം 3-ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് നൽകാനാണ് അധ്യാപകൻ പരിശ്രമിക്കേണ്ടത്.
ഐ ലവ് യു ജീസസ്, യേശുവെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. യേശുവുമായി ഒരു ആഴപ്പെട്ട വ്യക്തിബന്ധത്തിന് കുട്ടിയെ ഒരുക്കണം. യേശു എന്നോട് ചേർന്ന് നിൽക്കുന്ന, യേശു എൻ്റെ ജീവിതവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും, എൻ്റെ എല്ലാ രോഗങ്ങളിലും പ്രയാസങ്ങളിലും എന്നോട് ചേർന്ന് എന്നെ രക്ഷിക്കുന്ന, എന്നെ സഹായിക്കുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവിക വ്യക്തിത്വമാണ് യേശു എന്ന ബോധ്യം കുട്ടിയുടെ മനസ്സിൽ കൊടുക്കണം. യേശുവുമായി ഒരു ആഴപ്പെട്ട വ്യക്തിബന്ധത്തിന് കുട്ടിയെ ഒരുക്കണം. യേശുവിൻ്റെ ഒരു പാഷൻ രൂപപ്പെടണം. ഐ ലവ് യു ജീസസ് എന്ന് കുട്ടിയുടെ മനസ്സിൽ നിരന്തരം കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ സുഹൃദേവം പോലെ ആ യേശുവുമായി ആഴപ്പെട്ടൊരു വ്യക്തിബന്ധത്തിലേക്ക് ഓരോ ദിവസവും വളർന്നു വരാൻ കുട്ടിയെ പരിശീലിപ്പിക്കണം. ഇത് പ്രാർത്ഥനയിലൂടെയും ബൈബിൾ വായനയിലൂടെയും മറ്റ് ആത്മീയ കൃത്യങ്ങളിലൂടെയും കൂദാശകളിലൂടെയൊക്കെ യേശുവുമായി ആഴപ്പെട്ടൊരു വ്യക്തിബന്ധം, അതാണ് 3-ാം ക്ലാസ് അടിസ്ഥാനപരമായി ലക്ഷ്യം വെക്കുക. 1ഉം 2ഉം ക്ലാസ്സിലെ പോലെ തന്നെ 3-ാം ക്ലാസ്സിനും അധ്യാപക സഹായിയുണ്ട്. യേശു മിശിഹായിക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യകാലത്ത് ഇറക്കിയ അധ്യാപക സഹായി ഉണ്ട്. ഈ അധ്യാപക സഹായി നിങ്ങൾക്ക് ഉപയോഗിച്ച് കൂടുതൽ പാഠങ്ങൾ ഒരുങ്ങാവുന്നതാണ്. പുതുതായി ഇറക്കിയ യേശു മിശിഹായിക്ക് സ്തുതി എന്ന് പറയുന്ന 2ാമത്തെ അധ്യാപക സഹായിയുമുണ്ട്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് പാഠങ്ങൾ പഠിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 3-ാം ക്ലാസ്സിലും കുട്ടികൾക്ക് വർക്ക് ബുക്ക് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ പാഠത്തിനും അനുസരിച്ചുള്ള വർക്ക് ബുക്ക് കുട്ടികൾക്ക് ചായമിടാനും എഴുതാനും വരയ്ക്കാനും ഒക്കെ സാധിക്കുന്ന രീതിയിൽ 20 പാഠങ്ങൾക്കും അതിന് തത്തുല്യമായ വർക്ക് ബുക്ക് ക്രമീകരിച്ചിട്ടുണ്ട്. വർക്ക് ബുക്കുകൾ കുട്ടികളെ കൊണ്ട് ചുവനെ ചെയ്യിപ്പിക്കുകയും അതിന് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് 4ാമത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.